നമ്മൾ ആറന്മുള ഉത്രട്ടാതി വള്ളംകളിയിലേക്ക് പോവുകയാണ്. ജില്ലാ കളക്ടർ എസ് പ്രേംകൃഷ്ണ പതാക ഉയർത്തി 1:30 അതായത് ഈ ഒരു സമയത്ത് തിരുവോണത്തോണി അടക്കം പങ്കെടുക്കുന്ന ജലഘോഷയാത്ര ആരംഭിക്കാൻ പോവുകയാണ്. ആറന്മുളയിൽ നിന്നും സുജുറ്റി ബാബു നമ്മളോടൊപ്പം ചേരുകയാണ് ഈ ജലഘോഷയാത്രയുടെ വിശദാംശങ്ങളുമായി. സുജുറ്റി ബാബു, ജലഘോഷയാത്രയാണ്. സമയത്തിൽ തന്നെ ജലഘോഷയാത്ര ആരംഭിക്കും. നമുക്ക് ചോദിച്ചു പറഞ്ഞോളൂ സുജുറ്റി ബാബു, പറഞ്ഞോളൂ. സിന്ധൂരി, അല്പസമയത്തിൽ തന്നെ ജലഘോഷയാത്ര ആരംഭിക്കും. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. അതിമനോഹരമായ ദൃശ്യങ്ങളാണ്. പള്ളിയോടങ്ങളെല്ലാം തന്നെ ഒരുങ്ങിക്കഴിഞ്ഞു. 51 പള്ളിയോടങ്ങളാണ് ജലഘോഷയാത്രയിൽ പങ്കെടുക്കുക. അതിനായുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാക്കിയ ശേഷമാണ് ഇപ്പോൾ തന്നെ സമ്മേളനം, ഇതിനൊരു പൊതുസമ്മേളനം ആരംഭിക്കും. അത് സംസ്ഥാന ധനകാര്യ വകുപ്പ് മന്ത്രി KN ബാലഗോപാലാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. പിന്നീട് ജലഘോഷയാത്ര കേന്ദ്ര ന്യൂനപക്ഷകാര്യ വകുപ്പ് മന്ത്രി ജോർജ് കുര്യനും അതുപോലെ തന്നെ മത്സര വള്ളംകളി ഉദ്ഘാടനം ചെയ്യുന്ന സംസ്ഥാന ടൂറിസം വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്യും. ഈ ചടങ്ങുകളൊക്കെ തന്നെ അല്പസമയത്തിനുള്ളിൽ തന്നെ നടക്കും. ഇപ്പോൾ ഈ ജലഘോഷയാത്രയുടെ ദൃശ്യങ്ങളാണ്, അതിൻ്റെ ഒരുക്കങ്ങളുടെ ദൃശ്യങ്ങളാണ് നമ്മൾ തത്സമയം കാണുന്നത്. ആറന്മുളയെ സംബന്ധിച്ചോളം ആറന്മുള വള്ളംകളിയിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ മനോഹര ദൃശ്യങ്ങൾ കൂടിയാണ്. കേവലം മത്സര വള്ളംകളി മാത്രമല്ല, ആചാര അനുഷ്ഠാനങ്ങളെല്ലാം തന്നെ ഇതിൻ്റെ ഭാഗമാണ്. ഈ നിരന്ന് കിടക്കുന്ന പള്ളിയോടങ്ങൾ, 51 പള്ളിയോടങ്ങൾ ഒരുമിച്ച് ഇത് പരപ്പുഴ കടവിലേക്ക് യാത്ര തിരിക്കും. അതിൽ തിരുവോണത്തോണി ഉൾപ്പെടെയാണ് ഈ 51 പള്ളിയോടങ്ങളുടെ ഒപ്പം പോകുന്നത്. അതിമനോഹരമായ കാഴ്ചയാണ്. ഈ പമ്പയാറിൻ്റെ ഓളപ്പരപ്പിൽ ഇതിങ്ങനെ 51 പള്ളിയോടങ്ങൾ ഒരുമിച്ച് ഒരു ഘോഷയാത്ര പോലെ പോകുമ്പോൾ അത് ഇരുകരയാൽ തിങ്ങി നിൽക്കുന്ന ആറന്മുളക്കാർക്ക് മാത്രമല്ല, പത്തനംതിട്ട ആലപ്പുഴയൊക്കെ പരന്നു കിടക്കുന്ന 52 കരകളിലെ ജനങ്ങളെ സംബന്ധിച്ചോളം അവരുടെ വിശ്വാസത്തിൻ്റെയും ആചാരാനുഷ്ഠാനങ്ങളുടെയും എല്ലാം ഭാഗമാണ്, അവരുടെ ജീവിതത്തിൻ്റെ കൂടെ ഭാഗമാണ്. നമുക്ക് പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിലും ഈ 52 കരകളിൽ നിന്നും നിരവധി യുവാക്കൾ ഉൾപ്പെടെയാണ് ഈ പള്ളിയോടങ്ങളുടെ ഭാഗവാക്കായി മാറുന്നത്. സാധാരണ നമുക്കറിയാം, ഈ കാലഘട്ടത്തിൽ ഇത്തരം ആചാരവിശ്വാസങ്ങളൊക്കെ യുവാക്കൾ മാറി നിൽക്കുമെങ്കിൽ ഇവിടെ പത്തനംതിട്ട ആറന്മുളയിലേക്ക് വരുമ്പോൾ പൈതൃക ഗ്രാമമാണ് ആറന്മുള. ആ പൈതൃക ഗ്രാമത്തിലെ വലിയ ഉത്സവം തന്നെയാണ്. പ്രത്യേകിച്ച് ഇന്ന് സംസ്ഥാന സാംസ്കാരിക തലസ്ഥാനമായ തൃശ്ശൂരിൽ പുലിക്കളി അരങ്ങേറുമ്പോഴാണ് ആറന്മുളയിൽ ജലോത്സവം, ഓളപ്പരപ്പിലെ ഒരു ജലോത്സവം തന്നെ പറയാൻ സാധിക്കും, അത് അരങ്ങേറുക. അതിലേക്ക് ഓരോ പള്ളിയോടങ്ങളിലെ ഓരോ കരകളിൽ നിന്ന് പ്രതികരിച്ചുകൊണ്ടാണ് ഓരോ പള്ളിയോടങ്ങൾ മത്സരത്തിൽ പങ്കെടുക്കുന്നത്. ഐതിഹ്യ പെരുമയുടെ പാരമ്പര്യം കൂടെ ഈ പള്ളിയോടങ്ങൾക്കും ഈ ജലഘോഷയാത്രയ്ക്കും അതിൻ്റെ പിൻബലമുണ്ട്. പള്ളിയോടങ്ങൾ, അതായത് തിരുവോണത്തോണിയായി ഇല്ലത്തുനിന്ന് പട്ടതിരി വരുമ്പോൾ അത് ആ കാലഘട്ടത്തിൽ അതിനെ കൊള്ളക്കാർ അത് കൊള്ളയടിക്കാൻ ആക്രമിച്ചു എന്നാണ് കഥ. അതിനുശേഷം പിന്നീട് പള്ളിയോടങ്ങളിൽ കരനാഥന്മാർ എത്തി രക്ഷകരായി എത്തുന്നു. അതിനുശേഷമാണ് ഈ ജലഘോഷയാത്ര ആരംഭിച്ചു എന്നാണ് വിശ്വാസം. പിന്നീട് 1970കളിലാണ് ഇതൊരു മത്സര വള്ളംകളിയായി രൂപാന്തരപ്പെടുന്നത്. എന്തായാലും കാലാകാലങ്ങളായി തന്നെ നമുക്കറിയാം, ധാരാളം ആളുകൾ ഇരുകരകളായി ഈ മത്സര വള്ളംകളിയും ജലഘോഷയാത്രയും കാണുവാൻ എത്തുന്ന ഒരു കാഴ്ചയുണ്ട്. ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ ദൃശ്യങ്ങൾ അതുതന്നെയാണ്. ഇതിൽ അവരുടെ വഞ്ചിപ്പാട്ടിൻ്റെ താളത്തിൽ മനോഹരമായി ഈ ഇത്തരത്തിലൊരു തുഴച്ചിൽ തന്നെ ഒരു ആറന്മുള ശൈലി എന്നൊക്കെ തന്നെയാണ് പറയുന്നത്. അതായത് സാധാരണഗതിയിൽ വ്യത്യസ്തമായി സാധാരണ അതിവേഗത്തിൽ പാഞ്ഞെത്തുക എന്നതാണ് ഒരു മത്സരത്തിൻ്റെ ഒരു രീതിയെങ്കിൽ ആറന്മുള വള്ളംകളിയെ സംബന്ധിച്ചോളം അല്ലെങ്കിൽ പള്ളിയോടങ്ങളെ സംബന്ധിച്ചോളം അവർക്ക് ഏറ്റവും വേഗത്തിലെത്തുക എന്നതല്ല, പകരം അതിന് ആറന്മുള ശൈലി, ആചാരാനുഷ്ഠാനങ്ങളെല്ലാം കാത്തുസൂക്ഷിച്ചുകൊണ്ട് തന്നെ എത്തുക എന്നാണ്. ഇപ്പോൾ അല്പസമയത്തിനുള്ളിൽ തന്നെ ഇതിൻ്റെ ഉദ്ഘാടന സമ്മേളനവുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾ ആരംഭിക്കും. എന്തായാലും ഇപ്പോൾ ഇവിടെ വലിയ ഒരു പറയുന്നതിന് ഒരു ഭക്തിസാന്ദ്രമായ അന്തരീക്ഷമുണ്ട്, അതിൻ്റെ ആചാരവിശ്വാസങ്ങളുണ്ട്. അതിനോടൊപ്പം തന്നെ ഒരു വീറും വാശിയുള്ള ഒരു മത്സരത്തിൻ്റെ അന്തരീക്ഷം കൂടിയുണ്ട്. അങ്ങനെ എല്ലാ പള്ളിയോടങ്ങളും അത്തരമൊരു വീറും വാശിയുമുള്ള മത്സരത്തിലേക്ക് പങ്കെടുക്കാൻ തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ്. A ബാച്ച് B ബാച്ച് മത്സരങ്ങളുണ്ട്. A ബാച്ചിലാണ് വലിയ പള്ളിയോടങ്ങൾ പങ്കെടുക്കുന്നത്. B ബാച്ചിൽ അത്ര വലിയ പള്ളിയോടങ്ങളല്ല പങ്കെടുക്കുന്നത്. അങ്ങനെയാണ് A B ബാച്ചുകളിൽ പങ്കെടുക്കുന്നത്. ഇത്തവണ നെഹ്റു ട്രോഫി ജലോത്സവത്തിൻ്റെ മാതൃകയിലാണ് ഇത്തരം മത്സരങ്ങൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. അതായത് ഓരോ ഹീറ്റ്സിലും 4 പള്ളിയോടങ്ങൾ പങ്കെടുക്കുന്നു. അതിൽ മുഴുവനായി ഏറ്റവും അതിവേഗത്തിലെത്തുന്ന 4 പള്ളിയോടങ്ങളാണ് ഫൈനലിലേക്ക് കിടക്കുകയും മറ്റ് 4 പള്ളിയോടങ്ങൾ ലൂസേഴ്സ് ഫൈനലിലേക്ക് കിടക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇത്തവണ കഴിഞ്ഞ തവണത്തെക്കാട്ടും കുറച്ചുകൂടെ നേരത്തെ ഈ മത്സരങ്ങൾ അവസാനിക്കുമെന്നാണ് കണക്കാക്കുന്നത്. എന്തായാലും സിന്ധൂരി, ആറന്മുള ഈ പമ്പയാറ് ഈ ജലോത്സവത്തിനും ജലഘോഷയാത്രയ്ക്കും തയ്യാറെടുത്ത് കഴിഞ്ഞിരിക്കുകയാണ്.
അതേ സുജു, ആറന്മുള ആവേശത്തിലാണ്, ഒപ്പം മലയാളികൾ ഒന്നടങ്കം ആവേശത്തിലാണ്. ആറന്മുള വള്ളസദ്യ, വഞ്ചിപ്പാട്ട്, വള്ളംകളി, ഇത് മൂന്നും ആറന്മുളക്കാരുടെ മാത്രമല്ല മലയാളികളുടെ ഒന്നടങ്കം ആവേശങ്ങളാണ്. ആ ഒരു ആറന്മുള വള്ളംകളിയുടെ ആവേശത്തിലേക്കാണ് നമ്മളും ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. സുജു ടി ബാബുവാണ് പത്തനംതിട്ടയിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത്.